ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ കുട്ടികൾക്ക്, അതായത് എൻ്റെ ബേബീസിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പം മെയിനായിട്ട് ഞങ്ങൾ കൂടുതലും മൂത്താൾക്കായാലും എല്ലാം സെബാമെഡിൻ്റെയാണ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജസ്റ്റ് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നോക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രൊഡക്ട്സ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ടെഡി ബാറാണ് പിന്നെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തതാ സെബാമെഡിൻ്റെ ജെന്റിൽ ബോഡി വാഷ് ആട്ടാണ്. ഞാൻ ആദ്യമൊക്കെ സെബാമെഡിൻ്റെ സോപ്പാണ് മക്കൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കിന്നൊന്ന് ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നിയപ്പോൾ ഡോക്ടർ പറഞ്ഞ സോപ്പ് ഒഴിവാക്കിയിട്ട് ബോഡി വാഷസ് ഉപയോഗിക്കാൻ. അപ്പോൾ ഏതാ ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തതും സെബാമെഡ് തന്നെയാണ്. സെബാമെഡിൻ്റെ ബോഡി വാഷ് വാങ്ങിച്ചു. പിന്നെ യൂസ് ചെയ്യുന്ന സെബാമെഡിൻ്റെ ഷാമ്പു ആണ്. ബോഡി വാഷ് കുഴപ്പമില്ല, നമുക്ക് ഒരു ഫ്രാഗ്രൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ സോപ്പാണെങ്കിലും കൂടെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു മൈൽഡ് സ്മെല്ലെല്ലാം ഉണ്ടാകാം, നല്ലൊരു ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല നമ്മുടെ സെബാമെഡിൻ്റെ സോപ്പാണെങ്കിലും. ഓക്കെ, പിന്നെ ഈ ഒരു മാമാ എർത്തിൻ്റെ ലോഷൻ ഞാൻ കുറച്ച് മുന്നേ ഓൺലൈനിൽ നിന്ന് എങ്ങാനും വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിപ്പോൾ യൂസ് ആക്കാറില്ല. കുഴപ്പമില്ല, നല്ലൊരു മിൽക്കി ടെക്സ്ചറൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എക്സ്പയറി കഴിഞ്ഞുകൊണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. നല്ലൊരു മിൽക്കി ടെക്സ്ചറാണ്, പെട്ടെന്ന് അബ്സോർബ് ആവുന്നൊക്കെ ഉണ്ട്. കുറച്ച് മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ, മോളുള്ള സമയത്ത്, മൂത്ത ആളെ ഡെലിവറി കഴിഞ്ഞ ശേഷമായിട്ട് വാങ്ങിച്ചതാണ്. അധികമൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. പിന്നെ മാമാർത്തിനെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാത്ത കാരണം എനിക്ക് അതിനെപ്പറ്റി വല്ലാണ്ട് അറിയില്ല കേട്ടോ. ഡേറ്റ് എക്സ്പയർ ആയ കാരണം ഇപ്പോൾ ഒട്ടും യൂസ് ആക്കാറുമില്ല. പിന്നെ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടെഡി ബാറിൻ്റെ ഈ ഒരു ബോഡി ലോഷൻ. ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. കുട്ടീൻ്റെ മോൻ്റെ സ്കിന്ന് കുറച്ചൊരു ഡ്രൈ ആയപ്പോൾ, ഫേസൊന്നും കുഴപ്പമില്ല, കൈകാലൊക്കെ കുറച്ചൊരു ഡ്രൈ പോലെ, അതുപോലെ എന്തെങ്കിലും കൊതുകൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ്, ഒരു റാഷസ് പോലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഡോക്ടർ അങ്ങനെ ഈ ഒരു ലോഷനും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ല നല്ല ലോഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട്, നല്ലൊരു കാപ്പ് സ്മെല്ലൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ 2 റാഷസ് ക്രീമുകളാണ്, ഡെർമാഡിയോൻ്റെ ഡൈപ്പർ റാഷസ് ക്രീമും. ഇതൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, അതാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കേട്ടോ. പിന്നെ ഉള്ളതാണ് ബിഫോർ നാപ്പിൻ്റെ ഈ ഒരു ടെഡി ബാറിൻ്റെ ബിഫോർ നാപ്പി റാഷസ് ക്രീം. ഇതും വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യാറുണ്ട്, എപ്പോഴും യൂസ് ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും കൂടുതൽ ഉപയോഗിക്കാറില്ല. ഇത് ടെഡി ബാറിൻ്റെ ആണ് പിന്നെയും യൂസ് ചെയ്യാറ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് റാഷസ് ക്രീമാണ് ഈ ഒരു സൂഡോ ക്രീം. ഇത് ഞാൻ ഒമാനിൽ ഉള്ളപ്പോൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു ഫാനായി എന്ന് തന്നെ പറയാം, കാരണം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. റാഷസിനൊന്ന് മാത്രമല്ല, ഇതിലുള്ള സൺബേൺ, സൺ റാഷസ്, അങ്ങനത്തെ സംഭവത്തിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലതാണ്, പെട്ടെന്ന് തന്നെ റാഷസ് നല്ലോണം പോയി കിട്ടും. ഇതിപ്പോൾ ഞാൻ എപ്പോഴും ഒന്ന് സ്റ്റോക്ക് വെക്കാറുണ്ട്. ഇതിപ്പോൾ ഒന്ന് പൊട്ടിക്കാത്തൊന്ന് ഉണ്ട്, ഒന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് ഈ ഒരു സുഡോ ക്രീം. ഇത് ആരെങ്കിലും ഗൾഫിലുള്ളവരൊക്കെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൊണ്ടിരിപ്പിക്കുകയാണെങ്കിൽ അത് ഉപകാരപ്പെടും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു നിവ്യ ബേബിൻ്റെ ജസ്റ്റ് ഞാൻ ഒമാനിലൊക്കെ ഉള്ള സമയത്ത് ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ വാങ്ങിക്കുന്നതാണ് ഈ നിവ്യ ബേബിൻ്റെ ഒക്കെ. പിന്നെ ഈ ബേബി ഡവിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ബേബി ഡവിൻ്റെ ലോഷനും ബേബി ഡവിൻ്റെ ഷാമ്പു. ഇത് നല്ല സ്മെല്ലാണ്, ബേബി ഡവിൻ്റെ ഷാമ്പു ലോഷനൊക്കെ നല്ല സ്മെല്ലുണ്ട്. മറ്റേ നമ്മുടെ സ്പാമേഡിനൊന്നും സ്മെല്ലുണ്ടാവില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അത്യാവശ്യം സ്മെല്ലുണ്ട്. അപ്പം നമുക്ക് ബേബിനെ ഒന്ന് ക്ലീനാക്കി എടുക്കുമ്പോഴത്തേന് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സൊക്കെയാണ് നമുക്കൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ പൊതുവേ അങ്ങനെ ലോഷൻസ് ക്രീം അങ്ങനെ കൂടുതലായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഇങ്ങനെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത കാരണം മാത്രം കുളി കഴിഞ്ഞ് വന്നാൽ ജസ്റ്റ് ഒന്ന് ലോഷനൊക്കെ ഒന്ന് ചെയ്തെടുക്കും. ഈ ഒരു 3 പ്രൊഡക്ട്സാണ് ഇപ്പോൾ റീസെൻ്റ്ലി അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ സൂഡോ ക്രീം. പിന്നെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ബേബിക്ക് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് കൂടെ കാണിച്ചു തരാം. നമ്മുടെ ബെഡില്ലേ, ബേബി നെസ്റ്റ് ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബേബി നെസ്റ്റ് ബെഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ വാങ്ങിച്ചത് മീഷോ എന്നാണ് കേട്ടോ. മീഷോ എന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ
കറക്റ്റ് ഓർമ്മയില്ല. അതെന്താണെങ്കിലും ചെക്ക് ചെയ്ത് ലിങ്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാത്തും നോക്കിയിട്ട് ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ റേറ്റ് കുറഞ്ഞിട്ടുള്ളത് കണ്ടിരുന്നാണ് വാങ്ങിച്ചത്. മീഷോന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അതായത് നമുക്ക് 2 സൈഡിലും നമുക്ക് മാറ്റിയിട്ട് ഇടാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. മൂത്ത 2 പേരും ബെഡും ക്യാരി ബാഗൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പുതിയ കുട്ടി വരുമ്പോൾ അവർക്ക് പുതിയത് മാറ്റി വെക്കുന്നതാണ്. എനിക്കങ്ങനെയാണ്. അവരും നമ്മൾ എല്ലാവരും മക്കളും ഒരുപോലെ കരുതുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പിന്നെ നമ്മൾ അത്രയും നമ്മൾ വേണ്ട, ഇതൊക്കെ വെറുതെ ചിലവാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത കുട്ടിക്ക് എന്തായാലും ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വേറെ വാങ്ങുന്നത് തന്നെ നല്ലത്. പിന്നെ ഇതിന് കൂടെ വരുന്നതാണ് ഈ ഒരു ബെഡ്. ഇത് നമുക്ക് അത്യാവശ്യം ഇതിൽ കൂടെ 2 പില്ലോസ് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റാറിൻ്റെ ഒരു കുഷ്യൻ വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ലപോലെ വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലെയിൻ ആയിട്ട് കിടത്ത് നമുക്ക് മാറ്റ് പോലെ കിടത്ത് വിരിച്ച് കിടത്താൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ഈ ഒരു ബെഡാണ്. ഇതിൽ നമുക്ക് നെറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് ബേബിനെ ഇങ്ങനെ കിടത്താനോ ഒക്കെ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ചെറുതാക്കാനും അതുപോലെ നല്ല രീതിയിൽ വലുതാക്കാനൊക്കെ പറ്റുന്ന ഒരു ബെഡാണ്. ഇവിടെ തന്നെ ഒരു ക്യാരി ബെഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോയും പ്രൈസും ഞാനവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഈ ഒരു റോംബർ ബേബിക്ക് വേണ്ടി വാങ്ങിച്ചത് തന്നെയാണ്. ഈ ഒരു സെറ്റായിട്ട് ഇങ്ങനെ 3 സെറ്റായിട്ട് വരുന്നതാണ്. സെപ്പറേറ്റ് ഒരു കളർ തീം. ഇതിപ്പോൾ പിങ്കിൻ്റെ തീമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് 0 to 3 months ആണ്. ന്യൂ ബോൺ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ഈ ഒരു പ്രിൻ്റഡിൻ്റെ ഈ ഒരു റോംബർ ഒക്കെ ഒരു ഈ തീം വന്നിട്ട് ഒരു പിങ്കാണ്. അപ്പോൾ മൊത്തത്തിൽ പിങ്ക് ആയിട്ടുള്ളൊരു പ്രിൻ്റഡ് മോഡൽ. അടുത്തത് പിങ്കും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു റോംബർ. നെക്സ്റ്റ് വണ് ലൈറ്റ് പിങ്ക് ആട്ടോ. അതിൽ ഒരു റോംബർ. അങ്ങനെ മൊത്തത്തിലൊരു പിങ്കിഷ് തീമാണ്. ഈ ഒരു 3 സെറ്റ് ഒരു സെറ്റിൽ വരുന്നതാണ് കേട്ടോ. 3 എണ്ണം. ഇത് അങ്ങനെ ഒരു സെറ്റ്. ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഡെലിവറിൻ്റെ ഒക്കെ മുന്നേ വാങ്ങിച്ച് വെച്ചതായിരുന്നു. പിന്നെ ഇതിന് ക്വാളിറ്റി അടിപൊളിയായ കാരണം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിനൊക്കെ കിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തതാണ് ഇതിപ്പോൾ ബേബിക്ക് 1 month ആവണതിന് മുന്നേ തന്നെ വീണ്ടും വാങ്ങിച്ചതാണ് കേട്ടോ. ഇതും 0 to 3 months ഞാൻ ചൂസ് ചെയ്തത്. ഇതൊരു യെല്ലോ തീമിൽ വരുന്ന റോംബർ സെറ്റാട്ടോ. അത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരെണ്ണം ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ട് വരുന്നതാണ്. നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നമ്മൾ ബേബിക്ക് എപ്പോഴും നല്ല സോഫ്റ്റ് ക്ലോത്ത് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് പറ്റിയതാണ്. നമ്മളെപ്പോഴും ബേബിനെ പൊതിഞ്ഞ് കിടത്തണം. അപ്പോൾ അതൊക്കെ റോംബർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബേബി ആ ഒരു സുഖത്തിൽ അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ നല്ലൊരു ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോളൂ കേട്ടോ. അടുത്തതും സെയിം ഇതുപോലെ ലൈൻ വരുന്ന യെല്ലോയും വൈറ്റും കൂടെ വരുന്ന യെല്ലോയും ലൈറ്റ് യെല്ലോ കൂടെ വരുന്ന മിക്സിൽ വരുന്നതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച പിങ്കിൻ്റെ സെയിം യെല്ലോ കേട്ടോ. പിന്നെ വാങ്ങിച്ചുള്ള ഒരു പ്രൊഡക്റ്റാണ് ടെഡി ബാറിൻ്റെ ഈ ഒരു വൈപ്സ്. ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുള്ള എൻ്റെ വീഡിയോ ബാക്ക് പാക്കിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ വാങ്ങിച്ചിരുന്നത് മീമിൻ്റെ പാക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ മാളിൽ പോയപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ് ടെഡി ബാറിൻ്റെ. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടെഡി ബാറിൻ്റെ വൈപ്സ് നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ബേബിക്കിന് വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ സൂപ്പർ ബോട്ടത്തിൻ്റെ ഡ്രൈ ഫിൽ ലാങ്കോട്ട് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. ഇത് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് യൂസ് ചെയ്തിട്ട് ഉള്ളതിന് ശേഷമാണ് കേട്ടോ. അതായത് ബേബിയുടെ ഒരു 1-2 യൂറിനൊക്കെ അതിൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല 1-2 അല്ല, കുറച്ച് ടൈം എടുത്ത് എന്താ പറയുക, അങ്ങനെ അടുപ്പിച്ച് യൂറിൻ പാസ് ചെയ്യുന്ന ബേബീസ് ആണെങ്കിൽ 1-2 പറ്റുള്ളൂ. പിന്നെ ഇടവിട്ട് കുറച്ച് സമയത്തൊക്കെ ഒരു ഗ്യാപ്പൊക്കെ വിട്ടിട്ടാണെങ്കിൽ അത്യാവശ്യം ക്യാപ്പബിൾ പറ്റിയ ഒരു ലാങ്കോട്ടാണ് കേട്ടോ. ഇതാ നല്ല സോഫ്റ്റ് തുണിയാണ്. ഞാൻ ചൂസ് ചെയ്തത് സ്മോൾ സൈസാണ്, അതായത് ന്യൂ ബോൺ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 months വരെ ഒന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ അഡ്ജസ്റ്റബിൾ കെട്ട് വരുന്ന കാരണം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ 3 എണ്ണം കേട്ടോ. ഞാൻ 3 സെറ്റ് വരുന്ന പാക്കാണ് ഞാനും വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പാറ്റേൺസൊക്കെ ഇതാ ഇതുപോലെ 3 പാറ്റേൺസാണ് വരുന്നത്. അടുത്തതാണ് പോട്ടി ട്രെയിനിൻ്റെ ഈ ഒരു ഡയപ്പർ അണ്ടർവെയർ, പാഡഡ് അണ്ടർവെയർ ഇല്ലേ അത്.
അത് ഞാൻ എൻ്റെ മോൻക്ക് രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. മോള് ഓൾറെഡി പോട്ടി ട്രെയിൻഡ് ആണ്. ആളിപ്പോൾ ഡയപ്പറൊന്നും യൂസ് ചെയ്യില്ല. പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ആൾ പറയും. 3 വയസ്സ് ആയിട്ടുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ആൾക്ക് വേണ്ടി വാങ്ങിച്ചുള്ള ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയേണ്ടത്. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നത്. ഒരിക്കലും നമ്മൾ ഡയപ്പറിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതല്ല, കുട്ടിക്ക് നമുക്ക് പോട്ടി ട്രെയിൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പാഡഡ് അണ്ടർവിയർ ആണിത്. ഇതും ഇതുപോലെ 3 പ്രിൻ്റഡിലാണ് വരുന്നത്. ഈ ഒരു സെറ്റാണ് വാങ്ങിച്ചുള്ളത്.